നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഫ്രാൻസും മൊറോക്കോയും തമ്മിൽ ഏറ്റുമുട്ടുകയാണല്ലോ. ഫ്രഞ്ച് ടീം അവരുടെ ക്യാമ്പിൽ ആഘോഷിക്കുന്നു. മൊറോക്കോക്കെതിരെ ഈസിയായി വിജയിക്കും എന്നുള്ള ഒരു തോന്നലിലാണോ ഈ ആഘോഷം? ഇത് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മൊറോക്കോയുടെ ജേർണലിസ്റ്റ്, ഒരു മൊറോക്കോക്കാരനായ ജേർണലിസ്റ്റ് ഫ്രഞ്ച് കോച്ച് ദിദിയർ ദശാമിനോട് ചോദിക്കുകയുണ്ടായി. പക്ഷേ ഈ ചോദ്യം വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് കുറച്ച് ഇടപെടലുകൾ നടത്തേണ്ടി വന്നു. എന്ന് പറഞ്ഞാൽ ദശാം ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയായിരുന്നു പ്രസ് റൂമിൽ നിന്ന്. പറ്റില്ല, ഞങ്ങളിവിടെ കുറച്ച് മൊറോക്കോൻ ജേർണലിസ്റ്റുകൾ ഇരിക്കുന്നുണ്ട്, ഞങ്ങളെ ചോദ്യത്തിനും ഉത്തരം പറയാം, എന്നിട്ട് പോയാൽ മതി എന്ന രൂപത്തിൽ മൊറോക്കൻ ജേർണലിസ്റ്റുകൾ പ്രൊട്ടസ്റ്റ് ചെയ്തു. കാരണം ദശാം ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്രഞ്ച് ജേർണലിസ്റ്റുകൾക്ക് മാത്രമാണെന്നതാണ് അവരുടെ ഒരു ആരോപണം ഉണ്ടായിരുന്നത്. ദശാം സ്വാഭാവികമായിട്ടും അത് കേട്ടപ്പം അവിടെ ഇരിക്കുകയും ഒടുവിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയും ചെയ്തു. അതായത് പത്രസമ്മേളനം നിർത്തി പോകാൻ നിന്ന ദശാമിനോട് മൊറോക്കൻ ജേർണലിസ്റ്റുകൾ എഴുന്നേറ്റ് നിന്ന് കംപ്ലൈൻറ്റ് പറയുകയായിരുന്നു. അതായത് ഞങ്ങൾ ഇവിടെ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്, ഞങ്ങൾക്കും ചോദ്യം ചോദിക്കാൻ അവകാശമുണ്ട്, നിങ്ങൾ ഫ്രഞ്ചുകാർക്ക് മാത്രമാണ് ഉത്തരം പറയുകയുള്ളൂ, ഞങ്ങൾ ഇവിടെ മൊറോക്കോക്കാരായിട്ടുള്ള ജേർണലിസ്റ്റുകൾക്ക് ആകെ 2 ചോദ്യങ്ങൾ ചോദിക്കാനാണ് നിങ്ങൾ സമ്മതിച്ചത്. ഇത് ഫിഫയുടെ കോൺഫറൻസാണ് സാർ, ഫിഫ വേൾഡ് കപ്പിൻ്റെ കോൺഫറൻസാണ്. സോ ഞങ്ങൾ കുറേ സമയമായിട്ട് ഇവിടെ ഇങ്ങനെ കൈ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് ജേർണലിസ്റ്റ് എഴുന്നേറ്റ് നിന്ന് ദശാമിനോട് പറഞ്ഞു. ദശാം അവിടെ ഇരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നതാണ്, എനിക്ക് ഇനി പോയിട്ടൊരു ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യാനുണ്ട്. നിങ്ങൾ എത്ര പേര് ഇവിടെ ഉണ്ട്? ഞാനിപ്പം ഈ 50 പേര് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ 50 പേര് കൈ ഉയർത്തിയാൽ എനിക്കെന്തായാലും 50 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റില്ല, എനിക്ക് മറ്റു കാര്യങ്ങളും ചെയ്യാനുണ്ട്. എനിക്കറിയാം ഇത് നിങ്ങൾക്കിതൊരു കൺസേൺ ആയിരിക്കില്ല, പക്ഷേ എനിക്ക് 45 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് പോയി എൻ്റെ ടീമിനോടൊപ്പം ലഞ്ച് കഴിച്ച് അതിനുശേഷം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദശാം തൻ്റെ ഒഴിവ് കഴിവ് പറയുകയായിരുന്നു. ഒടുവിൽ ഒരു 1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന രൂപത്തിൽ ഒരു ചോദ്യം അനുവദിച്ചു. ഈ ചോദ്യത്തിൻ്റെ സമയത്താണ് അദ്ദേഹം ചോദിച്ചത്, ആ ജേർണലിസ്റ്റ് ചോദിച്ചത്, അല്ല ഫ്രഞ്ച് ക്യാമ്പിൽ വലിയ സെലിബ്രേഷൻ, അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടല്ലോ ട്രെയിനിങ് സമയത്ത്, ഇതൊരു എന്താണ് ഒരു വലിയ ഉന്മേഷം, ആഘോഷം, മൊറോക്കോയെ എളുപ്പത്തിൽ തോൽപ്പിക്കാമെന്ന രൂപത്തിൽ ആണോ? അതായത് ഫ്രഞ്ച് ടീം ക്വാർട്ടർ ഫൈനലിൽ വളരെ എളുപ്പമാണ്, മുന്നോട്ട് പോകാം എന്ന തരത്തിലാണോ കാര്യങ്ങൾ കാണുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വരുമ്പോൾ ആ ചോദ്യത്തെ ഇടക്ക് കയറി തടസ്സപ്പെടുത്തിയിട്ട് ദശാം പറഞ്ഞു, നോ 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 അങ്ങനെയല്ല, തീർച്ചയായിട്ടും ക്യാമ്പിൽ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലായ്പ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, ഞങ്ങൾ ആഘോഷമൊക്കെ നടത്തും, അല്ലാതെ ഇതിൽ ആവശ്യമില്ലാത്ത ഒരു ഇഫേഡിയ ഉണ്ടെന്നോ അങ്ങനെയൊന്നുമില്ല, ഒരിക്കലുമില്ല. ഞങ്ങൾ മൊറോക്കൻ ടീമിനെ നന്നായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നു, ഞങ്ങൾക്കറിയാം എന്താണ് ഞങ്ങളെ കാത്തിരിക്കുന്നത് ഈ കളിയിൽ എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ടീം ഡൈനാമിക് ഉണ്ട്, അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ ഞങ്ങളുടെ പ്ലെയേഴ്സിൻ്റെ കരയുന്ന ഇമേജ് പുറത്തു വിടണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് ചെയ്യില്ലല്ലോ, മൊറോക്കൻ ടീമും അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. നോ വൺ ഈസ് ക്രൈയിങ് ഈദർ താങ്ക്ഫുള്ളി. സോ നമ്മൾ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇതിപ്പം വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ളൊരു ആവേശമാണ്, അല്ലെങ്കിൽ ഡിസ്റെസ്പെക്റ്റ് ആണ് എന്നൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല എന്നാണ് ദശാം ആ കാര്യത്തിൽ വിശദീകരണം കൊടുത്തത്. എന്തായാലും ഫ്രഞ്ച് ക്യാമ്പിൽ ഓൾറെഡി ആഘോഷമാണ്, അവർ അടുത്ത റൗണ്ടിലേക്ക് കടക്കും എന്നവർ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതേസമയം മൊറോക്കോക്കാർ വിശ്വസിക്കുന്നത് ഈ കളി ഫ്രാൻസിനെ തോൽപ്പിക്കാൻ പറ്റിയാൽ ഒരു വേൾഡ് കപ്പിൻ്റെ ഫൈനൽ വരെ പിന്നീട് അങ്ങ് മുന്നോട്ട് പോകുമെന്നാണ്. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.